ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അനന്തമായ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് മുതൽക്കേ മനുഷ്യൻ അവന്റെ ജന്മനാ കിട്ടിയ കഴിവുകളെ മികച്ച രീതിയിൽ മെച്ചപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ വളരെ തീവ്രമായി തന്നെ നടത്തിയിട്ടുണ്ട്. വീലിന്റെ കണ്ടുപിടുത്തം മുതൽ കൂടുതൽ വേഗത്തിലും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറെ ദൂരം സഞ്ചരിക്കാനും, മോട്ടോർ എഞ്ചിൻ മുതൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കാൻ വിമാനവും റോക്കറ്റുമൊക്കെ മനുഷ്യന്റെ സ്വയസിദ്ധമായ കഴിവുകളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള കണ്ടുപിടുത്തങ്ങളായിരുന്നു. മനുഷ്യന്റെ അതിസങ്കീർണമായ തലച്ചോറ് എന്നും അവനൊരു വലിയ വെല്ലുവിളിയായിരുന്നു. അവന്റെ ബുദ്ധിയെയും ഓർമ്മശക്തിയെയും പല മടങ്ങ് മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഒരു നിർമ്മിത ബുദ്ധി എന്ന ആശയം ഉടലെടുക്കുന്നത്. ഒരു മനുഷ്യന്റെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ അനുകരിച്ച് അതിലും 10 മടങ്ങ് കഴിവുകളോടെ കൃത്രിമമായി ഒരു തലച്ചോറുണ്ടാക്കുക. വേഗത്തിൽ ചിന്തിക്കാനും കൂടുതൽ ബുദ്ധിപരമായി ചിന്തിക്കാനും സാങ്കേതിക വിദ്യയുടെ സഹായം കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു കൂറ്റൻ തലച്ചോറിനോട് നമുക്ക് നിർമ്മിത ബുദ്ധിയെ ഉപമിക്കാം. ലോകത്തുള്ള എല്ലാ അറിവുകളും അതെല്ലാം ഓർത്തുവെക്കാനും നമ്മുടെ ആവശ്യപ്രകാരം നമുക്ക് വേണ്ടി വേഗത്തിൽ ചിന്തിക്കാനും അതിബുദ്ധി ഉപയോഗിച്ച് മറുപടി പറയാനും കഴിവുള്ള ഒരു കൃത്രിമ തലച്ചോറാണ് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇന്ന് നാം കാണുന്ന നിർമ്മിത ബുദ്ധിയുടെ കഴിവുകൾ അനന്തമാണ്. ആശയങ്ങൾ പറഞ്ഞു തരാനും, ചിത്രങ്ങൾ വരയ്ക്കാനും, കഥ, കവിത എഴുതാനും, സംഗീതം ചിട്ടപ്പെടുത്താനും മുതൽ കോഡിംഗ് ചെയ്യാനും, സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് സ്വയം തീരുമാനങ്ങൾ എടുക്കാനും, വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ഡാറ്റ അനാലിസിസ്, അക്കൗണ്ടിംഗ് പോലുള്ള എല്ലാവിധ ജോലികൾ സ്വയം ചെയ്യാൻ കഴിവുള്ള നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അനന്തമായ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം.